പാട്ടിന്റെ കളിച്ചിരി മേളങ്ങളുടെ വേദിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു മിടുക്കി കുട്ടി എത്താണ്, ദ്വിതിക്കുട്ടിയാണ്. സോ വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. ഈ കണ്ണാടിക്കൊരു എന്താ പ്രത്യേകതയുണ്ട്. പടത്തിലുള്ള സംഭവമാണോ? അതായിരിക്കും. എനിക്ക് ഈ ചുറ്റിനുള്ള എല്ലാവരുടെയും മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. സിനിമയിലുള്ള മോഹൻലാലിന്റെ ആ സീൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ. പെട്ടെന്ന് മഗ്ഗൊക്കെ എടുക്കുന്നു മറയ്ക്കാൻ. എന്തൊക്കെയാലും കൊള്ളാം കേട്ടോ ഈ വേഷം, ഒരു ഇടിപെട്ട് വേഷം. അല്ല എന്റെ മൈൻഡ് ഒന്ന് റീഡ് ചെയ്തേ. എന്തോന്ന് പനി വെച്ചവർ മൈൻഡ് നിറയെ മൊത്തം ഉറക്കമാണ്. ഉറക്കം എന്ന് വെച്ചാൽ ഇവിടെ വെറുതെ ഇരിക്കുന്നേ ഉള്ളു, പാട്ടൊന്നും കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. എന്നിട്ട് അവസാനം എന്നിട്ട് തോന്നിയ കമന്റും പറയും. അതാണോ പറയുന്നത് ഉറക്കം? അല്ല മൈൻഡ് മൊത്തം ഇവൾക്ക് എങ്ങനെ പണി കൊടുക്കും, എങ്ങനെ പണി കൊടുക്കും, എങ്ങനെ നിങ്ങൾക്ക് പണി തരാമെന്നുള്ളതാണ്. കറക്റ്റാണ് പറഞ്ഞത്, വളരെ കറക്റ്റാണ്. നിനക്ക് ഞാൻ ഇന്ന് പണി തന്നിരിക്കും. കൃഷ്ണ അങ്കിളുടെ മനസ്സിൽ ഒന്നുമില്ല, ഒന്നുമില്ല മനസ്സിൽ, ഒന്നുമില്ല. നിഷ്കളങ്കൻ. ശരീരത്തിൽ മാത്രമല്ല തലയിലും ഒന്നുമില്ല. മൃദുലാന്റിയുടെ ഡ്രസ് കൊള്ളാവോ, മൃദുലാന്റിയുടെ മേക്കപ്പ് കൊള്ളാവോ, വള കൊള്ളാവോ, മാല കൊള്ളാവോ, കമ്മല് കൊള്ളാവോ, അതൊക്കെയാണ് ചിന്ത. മീനൂട്ടിയുടെ മനസ്സിലെന്താ? മീനൂട്ടി ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും ചിരിയും ഹാപ്പിനെസ്സും. മീനൂട്ടി ചേച്ചി എന്തോ മീനൂട്ടി ചേച്ചി ഫുൾ ടൈം അതാ ഇന്നലെ ആ തെരുവിൽ കൂടെ ചിരിച്ചോണ്ട് പോകുന്നതാണ്. അല്ല ദ്യുതിയുടെ മനസ്സിലെന്താ? അയ്യോ ദ്യുതിയാണോ ഇത്? എന്റെ മനസ്സിൽ അറിയണമെങ്കിൽ അങ്ങോട്ട് ഈ കണ്ണാടി വെച്ചിട്ട് നോക്ക്. ഞാൻ കണ്ണാടി വെക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, കണ്ണാടി ഊരിയിട്ട് പറയാം. ഇത് നിങ്ങളുടെ സാധാ കണ്ണാടിയല്ല, ഊരിയിട്ട് പറയാം. അണ്ണൻ ഈ കണ്ണാടി ഊരി കഴിഞ്ഞാൽ മൈൻഡ് റീഡ് ചെയ്യാം. എന്റെ അമ്മേ എന്തോ കാര്യമായി പറയുന്നുണ്ട്. ആ തലയില് മുഴുവൻ പേനാണ്, കുന്നായ്മയാണ്. തലയില് പേനല്ല, എന്റെ തലയിലുള്ള താരന. അതാ ഞാൻ പറഞ്ഞോണ്ട് വരുന്ന ഓരോന്ന്. ആ തല മുഴുവൻ ആരെ എങ്ങനെ വർത്താനം പറഞ്ഞ് മടക്കാമെന്നുള്ള ഒരു ചിന്തയുമായിട്ടാണ് 24 മണിക്കൂറും നടക്കുന്നത്. ഇതൊന്നുമല്ല, എനിക്ക് ഒന്നെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് കളിക്കണം. അല്ല പാട്ട് പാടണ്ടേ അപ്പോ? പാട്ടോ ഒന്നുമില്ലാന്ന് പറഞ്ഞു. പാട്ട് അങ്ങനെ വലിയ പാടണമെന്നൊന്നും ഇല്ല, പിന്നെ കേൾക്കണേ പാടില്ല. പക്ഷെ ഈ ഡ്രസ് ഒട്ടും ചേരുന്നില്ല കേട്ടോ. ഈ വല്യേച്ചിയും എന്റെ അമ്മൂമ്മയും പറഞ്ഞോണ്ടാ ഞാൻ വേറെ ഒരു ഡ്രസ് ഇടാൻ. ഇപ്പൊ ഇതിട്ടോണ്ട് വന്നപ്പം അത് കൊള്ളത്തില്ല, ഒരു സുഖമില്ല. കയ്യില് ഭയങ്കര വലിയ വാച്ചാണല്ലോ, ചേരാത്ത വാച്ച്. എന്തുകൊണ്ട് ഈ വാച്ച് വാങ്ങിച്ചെന്നറിയാവോ? നമുക്കറിഞ്ഞൂടാ. ചക്കരക്കിളി പാടിയോണ്ട്. പാടിയതുകൊണ്ട് കിട്ടിയതാണ്. അപ്പൊ ഇന്ന് നന്നായിട്ട് പാടി എന്ത് കിട്ടുവോ? വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആണോ? എന്താ? മറ്റേ ഇങ്ങനെ ഊതുമ്പം ബബിള് വരുന്ന സാധനം. അതൊന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? നന്നായിട്ട് പാടിയാൽ. ബബിൾ ഗം അല്ല, അത് വായിലിടും. അതെ, ഏത് പാട്ടാ പാടുന്നേ? മറന്നുപോയി. അനിയത്തിപ്രാവൻ എന്താ? ചെറുതായി സുഖമുള്ള നോവ്. അപ്പൊ നന്നായിട്ട് പാടൂല്ലേ? അപ്പൊ ഇന്നത് വാങ്ങിച്ചെടുക്കും. ഓക്കെ, നോക്കട്ടെ. ഇത് വെച്ചിട്ടാണോ പാടുന്നത് അതോ ഇത് മാറ്റാം? വേണമെന്നില്ല, നല്ല ഹൈ പിച്ച് ഉണ്ടല്ലോ. ഞാൻ മാറ്റും. കാര്യം ഇതൊക്കെ ആണെങ്കിലും അവള് അസലായിട്ട് പാടും. മിടുക്കിയാണ്, മിടുക്കിയ അവള് പാടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ്. എന്താ ഒരു സങ്കടം? സങ്കടമുണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ? ഓക്കെ. ഹാപ്പിയാണ്. ഒരു ചെറിയൊരു സങ്കടം. എന്തു പറ്റി? പാടിയിട്ട് കുനിഞ്ഞങ്ങ് നിന്ന് ചീള് കേസ് അല്ലേ? പാടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്നപ്പോ നമുക്ക് ഒന്ന് എന്ത് പറ്റി? സമ്മാനം കിട്ടുമോന്ന് ആലോചിച്ചിട്ടാണോ അമ്മയുടെ അടുത്തുനിന്ന്? അതാണോ ടെൻഷൻ? മക്കളെ അത് അമ്മ മക്കളുടെ കയ്യിൽ തന്നെ തരും. അമ്മ കിട്ടുന്നില്ല. കിട്ടില്ലേ അത്? എന്താ ഇങ്ങനെ ഉറപ്പായിട്ട് പറയാൻ കാരണം? എന്താ കാരണം എന്ന് പറ. ഈ പാട്ടിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ ശ്വാസം ഇങ്ങനെ എന്തോ വെള്ളം ഇറങ്ങി. ഒന്ന് പറയോ അതൊന്ന് കൊടുക്കാൻ? ഞാൻ പറയാം. അതായത് മോൾ അസലായിട്ട് പാടിയിട്ടുണ്ട്. മറ്റേ ഇങ്ങനെ ഇതല്ലേ ബബിള് വരുന്ന സാധനം, ബബിള് വരുന്ന സാധനം മോക്ക് ഓക്കെ എങ്ങനെയെങ്കിലും കൊടുക്കണം. ഈ ഒറ്റ പ്രാവശ്യത്തേക്ക് അത് കൊടുക്കണം. ഒറ്റ പ്രാവശ്യത്തേക്ക് കൊടുക്കണം. അസലായിട്ട് പാടി. ഓക്കെ. ഇപ്പഴാ മുഖം തെളിഞ്ഞത്. ചക്കരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ചരിത്രങ്ങളുടെ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? പറയാമോ? മൈൻഡ് റീഡിംഗ് ഉള്ള ആളല്ലേ, വേണേ ആ കണ്ണാടി എടുത്ത് വെച്ച് നോക്ക്. അറിയാമോ മോക്ക്? അതുകൊണ്ടാ പറയാത്ത കുഞ്ഞ്. എന്നാ ഞാൻ പറയട്ടെ, ആ ഗ്ലും വന്നില്ലേ രണ്ട് സ്ഥലത്ത്, അതെനിക്കങ്ങ് ഇഷ്ടമായി. ഐ ലവ് ദാറ്റ് ഗ്ലൂംസ്. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഗ്ലും വന്നാലും വന്നില്ലേലും എന്തായാലും അതെല്ലാം മറ്റേ ആ ഡാൻസിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ പുതിയ നടിമാരൊക്കെ കണ്ടു പഠിക്കേണ്ടത്. സിനിമയിൽ അഭിനയിക്കാൻ വല്ല ആഗ്രഹമുണ്ടോ? ഇല്ല. നമുക്ക് ചെറിയ വേഷം കിട്ടിയാ ചെയ്യത്തില്ലേ? ചെറിയ കുട്ടിയുടെ വേഷം കിട്ടിയാലും അതായത് അല്ല മൈൻഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ദ്യുതിക്കുട്ടിയെ. പാടുന്നതും ഇടയ്ക്കുള്ള ഡാൻസും എല്ലാം നല്ല ക്യൂട്ടായിരുന്നു. ഓക്കെ ദ്യുതിക്കുട്ടി കലക്കി. അയ്യോ ഒരുപാട് ഇഷ്ടായി. എല്ലാരും പോലെ എനിക്ക് ഡാൻസ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പാട്ട് എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്, അതിന്റെ കൂടെ ഇപ്പൊ ഡാൻസും കൂടെ ഇഷ്ടായി. ഈ സ്റ്റെപ്പ് ആരാ പഠിപ്പിച്ചു തന്നെ? അമ്മ ഡാൻസ് ചെയ്യോ? അമ്മ സൂപ്പർ ഡാൻസർ ആണല്ലേ. അമ്മയുടെ ഡാൻസ് കാണണം ആണല്ലേ? അച്ഛൻ പാട്ടും പാടും. അതെ ദ്യുതിക്കുട്ടി, പോകുമ്പോ ആ കണ്ണട എനിക്ക് തരണം കേട്ടോ. കുറച്ചു പേരുടെ മനസ്സിലിരിപ്പ് അറിയാനുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല ശുഭമായിട്ട് പര്യവസാനിച്ചു. നന്നായിട്ട് ഡാൻസ് ചെയ്തു, നന്നായിട്ട് പാടി. അപ്പം ഞാൻ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, ആ എന്താണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനം ദ്യുതിക്കുട്ടിക്ക് കൊടുക്കണം എന്ന് പാരൻസിന്റെ അടുത്ത് ഞാൻ പറയുകയാണ്. ഓക്കെ. സോ ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പോകട്ടെ. കുഞ്ഞിളം പാട്ടുകൂട്ടിലെ ശ്രുതി മധുരം നമ്മുടെ സ്വന്തം പട്ടാമ്പിക്കാരി കൃഷ്ണക്കുട്ടി എത്തുന്നു. വെൽക്കം കൃഷ്ണക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഹലോ സാർ. മക്കൾക്ക് സുഖാണോ? ഓ സുഖം. ഓ സുഖോ? അസുഖം കേട്ടിട്ടുണ്ട്. സൈനബാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓ ദിൽരുബാന്നും കേട്ടിട്ടുണ്ട്. അതെ. എന്ന് മക്കളെ ഓ സുഖം മൃദുലേന്നും കേട്ടിട്ടുണ്ട്. മോളെ ഇപ്പഴാ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഞങ്ങള് കഷ്ടപ്പാടിലാന്ന്. ഇതൊക്കെ കഷ്ടപ്പെട്ടോണ്ടിരിക്കണേ. ഇപ്പൊ മതിച്ചേട്ടൻ വന്നപ്പോ ഒരു ആശ്വാസം ഉണ്ട്. ഒരു വളരെ ആശ്വാസം. മക്കളെ ഏതാ പാടുന്നേ? ഗോവർദ്ധനഗിരി. ആഹാ സൂപ്പർ സൂപ്പർ പാട്ട്. താങ്ക് യു. അപ്പൊ ഒരു കലക്കം കലക്ക.
കൃഷ്ണ എന്തോ സാർ? കോരിത്തരിച്ചു. താങ്ക് യു സാർ. ആഹാ, എന്തൊരു മധുരമായിട്ടുള്ള ആലാപനം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ. താങ്ക് യു സാർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോൾ ഇതുപോലെ പാടുമെന്ന്, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം മോള് ആ ഗോവർദ്ധനഗിരി ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ആ ഒരു പിച്ചിലോട്ടുള്ളൊരു ഷിഫ്റ്റ്, ഒരു എന്താണ് എടുപ്പുണ്ടല്ലോ ജാനകിയമ്മയുടെ, അതെന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമാണ്. അത് മോള് പുഷ്പം പോലെ കൈകാര്യം ചെയ്ത്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും ജാനകിയമ്മ കൊടുത്തിട്ടുള്ള ഓരോ ഡൈനാമിക്സും വളരെ വ്യക്തമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് പാടുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. മോള് വിചാരിച്ചോ ഇങ്ങനെ പാടാൻ പറ്റുമെന്ന്? ഇല്ല. അതാണ് ഇപ്പൊ ഏതോ ഒരു ശക്തി മോളെ കൊണ്ട് പാടിച്ചു. അതാണ് മോള് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മോള് ഇത്രയും പാടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. എന്തായാലും അതിശയിപ്പിച്ചോളൂ. വാട്ട് എ സർപ്രൈസ്. ബ്യൂട്ടിഫുൾ. ലവ് യു ലവ് യു ലവ് യു മക്കളെ അസാധ്യമായിട്ട് പാടിയതാ. സൂപ്പറായിട്ട് പാടി മോളെ. അതുപോലെ മർദ്ദനമാണ് കേട്ടോ, മർദ്ദനമല്ല. അപ്പൊ എന്തൊക്കെയാലും ചക്കരെ ലവ് യു. കൃഷ്ണ, ഈ കൃഷ്ണല്ല ആ കൃഷ്ണനെ വിളിച്ച. നന്നായിരുന്നു കൃഷ്ണ, ഉഗ്രനായിരുന്നു, വളരെ വളരെ നന്നായിരുന്നു. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നല്ല ത്രോ ഉള്ള വോയിസ്, ഇത്ര കുഞ്ഞു പ്രായത്തിലും. അപ്പൊ എന്തായാലും നന്നായിരുന്നു. ഒന്നും പ്രത്യേകിച്ച് മാർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. അതിൽ ചെറിയൊരു കാര്യം അത് ശരത്തങ്ങള് സൂചിപ്പിച്ചു. ഓക്കെ ഓക്കെ കൃഷ്ണ, ഓൾ ദ ബെസ്റ്റ്. കൃഷ്ണ എന്താ ചേച്ചി? അയ്യോ, അസാധ്യമായിട്ട് ഭഗവാൻ കൃഷ്ണന്റെ പാട്ട് കൃഷ്ണക്കുട്ടി അസാധ്യമായിട്ട് പാടി. നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് മോളെ. ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മോളെ. ഇതേപോലെ തന്നെ ഗ്രാഫ് മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. ശരി, മാർക്ക് പറയണോ? എത്ര ആയിരിക്കും? അങ്ങനെയാണെ 99 നിനക്ക് തരത്തുള്ളൂ. നിനക്ക് അങ്ങനെ തന്നെ വേണം. നമ്മൾ എണ്ണീച്ച് നിന്ന് കൈയടിച്ചു, ഇത്ര നല്ല അഭിപ്രായം പറഞ്ഞു. നിനക്ക് ഞങ്ങള് 100 കുറഞ്ഞ് തരത്തേയില്ല. എത്ര ചോദിച്ചാലും ഒന്ന് വേണമെങ്കിലും തരും. 100 out of 100. ആടിയൊരു ദക്ഷിണാമൂർത്തി സ്വാമി പൂക്കുറ്റികൾ. Welcome Abhin on stage. Hello. അപ്സു. പുതിയ പേരുകളൊക്കെ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്സു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരും ചിന്തിക്കാത്ത ഒരു പേരല്ലേ അപ്സു, അല്ലേ മോനെ? നീയൊക്കെ വെളിയിലൊക്കെ US പോയി കഴിഞ്ഞാൽ അപ്സു വിൽ സിംഗ് എ ബ്യൂട്ടിഫുൾ സോങ് ഫോർ യു. അല്ല, എയർപോർട്ടിൽ കയറ്റത്തില്ല കേട്ടോ. നിന്റെ പാസ്പോർട്ടിലെ പേര് ഉണ്ടെങ്കിലേ കയറ്റത്തുള്ളൂ. അവിടെ പോയിട്ട് ഐ ആം അപ്സു പോടാ പുല്ലെന്ന് പറയും. ചിലപ്പോ ചില പേരുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രാശിയാണ്. മനോ, മിൻമിനി, ഇവരുടെ ഒന്നും ശരിക്കുള്ള പേരൊന്നുമല്ല. അത് രാജാ സാർ ഇട്ടതാണ്. ആണോ? ശരി. മീനൂട്ടി, ഞാൻ പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മീനൂട്ടിയുടെ പേര് മാറ്റിയിട്ട് ഞാനൊരു പേരിട്ട് തന്നു കഴിഞ്ഞാൽ നാളെ തൊട്ട് പ്രൊഡ്യൂസേഴ്സ് ക്യൂ ആയിരിക്കും. ശകുന്തള, നല്ല പേര് വന്ന് വീണ് കഴിഞ്ഞാൽ ശ്യാമള. അല്ല, ശ്യാം സാറിന്റെ പേര് വേറെയാണ്. സാം ജോസഫ് എന്നാണ് ശ്യാം സാറിന്റെ പേര്. കുളത്തൂപ്പുഴ രവിയാണ് രവീന്ദ്രൻ മാസ്റ്റർ. രാജാ സാറിന്റെ എന്താണ്? രാജാ സാറിന്റെ ഫ്ലൂട്ടിസ്റ്റ് അല്ലേ? നെപ്പോളിയൻ അണ്ണൻ. നെപ്പോളിയൻ. അദ്ദേഹത്തിന്റെ പാട്ട് സിനിമയിൽ പാടുമ്പോ അരുൾമൊഴി. ഫ്ലൂട്ട് വായിക്കുമ്പോ നെപ്പോളിയൻ. അതുകൊണ്ട് ഫ്ലൂട്ട് എടുത്ത് കൈ പിടിച്ചോണ്ട് പാടിയാൽ നമുക്ക് അദ്ദേഹത്തെ ഒന്നും വിളിക്കാൻ പറ്റില്ല. ആകെ പ്രശ്നം നെപ്പോ അരുൾ, നെപ്പോ മൊഴി. അതുപോലെ ഏതാണ് പാട്ട്? ചേഞ്ച് മധുരം ജീവാമൃതം. ആ പാട്ടിൽ തന്നെ ഉണ്ട് പകുതി മാർക്ക്, പിന്നെ എല്ലാം തലയിലെഴുത്ത്. പാട്ടിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ കൈയടി. ശരി മോനെ, പാടിക്കും. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ താന്തമാണെങ്കിലും താന്തമാണെങ്കിലും പാതിരാക്കാറ്റിലും വാടാതെ നിൽക്കുമെൻ്റെ ദീപകം പാടുമീ സ്നേഹരൂപകം പോലെ മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു ഛേദോ വികാരമേ നിറയൂ വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ ആതിരാത്തെന്നലിൻ നിഹാരബിന്ദു ചൂടുവാൻ ഛേദോ വികാരമേ നിറയൂ വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ ആതിരാത്തെന്നലിൻ നിഹാരബിന്ദു ചൂടുവാൻ കാന്തമാണെങ്കിലും കാന്തമാണെങ്കിലും സ്വപ്നവേഗങ്ങളിൽ വീഴാതെ നിൽക്കുമെൻ്റെ ചേതന നിൻവിരൽ പൂതൊടുമ്പോഴിൻ നെഞ്ചിൽ മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. അലുവ പോലെ പാടി. അതെ, ഒരു രക്ഷയില്ല.
ജോൺസേട്ടൻ്റെ കമ്പോസിഷൻ, കൈതപ്രം ദാസേട്ടൻ്റെ ആലാപനം. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മോൻ്റെ നിന്ന് കിട്ടിയ ആ ഫീൽ, അത് അനുഭവിച്ച് പാടിയപ്പോൾ നമുക്കുണ്ടായ വികാരം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുണ്ടായ വികാരം, അത് അനിർവചനീയമാണ്. വാക്കുകളില്ല. കാരണം ഇതൊരു കൊച്ചു കുഞ്ഞാണ്. ഈ കുട്ടി എന്താണ് പറയുന്നത്, നമ്മുടെയൊക്കെ ദൈവമായിട്ടുള്ള ദൈവം തന്നെ ഞാൻ വിളിക്കും ദാസേട്ടനെ. ശരിക്കും അതെ, തീർച്ചയായും എൻ്റെ ഗുരുനാഥൻ. ദാസേട്ടന് അതിമനോഹരമായിട്ട് പാടി വെച്ച ആ പാട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ഇവിടെ വന്ന് ഇത് പാടിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിപ്പോയി. പിന്നെ ഞാനും അണ്ണാച്ചിയായിട്ട് അവിടെ ഇരുന്ന് പറയായിരുന്നു, വല്ലാത്ത വിഷമമായിപ്പോയി. ഒരു എന്താണ് പറയുന്നത്, ഒരുപാട് പേര് പാടി ഞാൻ കേട്ടിട്ടുണ്ട് മോനെ, ഒത്തിരി ആൾക്കാർ. പക്ഷേ മോൻ പാടിയതിനകത്ത് ഇന്നുണ്ടായ, മോൻ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാതെ പാടിയതായിരിക്കും. അങ്ങനെയാണ് ഈ യഥാർത്ഥ സംഗീതജ്ഞരൊക്കെ പാടുമ്പം ഉണ്ടാകാറുള്ളത്. അവരറിഞ്ഞുകൊണ്ട് പാടത്തില്ല, ഇങ്ങനെ പാടണം എന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും പാടത്തില്ല, അവരങ്ങ് പാടുകയാണ്. അത് സംഭവിക്കുകയാണ്. മോൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു വികാരമാണ് അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, മോൻ്റെ ശബ്ദം മാറുന്ന സമയമായതുകൊണ്ട് കുറച്ചതുണ്ട്, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എനിക്ക് വാക്കുകളില്ല പറയാൻ, അത്ര അതിമനോഹരമായിരുന്നു. ഞാൻ ഇതിൻ്റെ ടോപ്പ് സിംഗറിൻ്റെ തുടക്കം തൊട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ജഡ്ജ് എന്നുള്ള രീതിയിൽ ഈ സീസൺ 1 തൊട്ട് ഇതുവരെ ഒരു കുട്ടിയും ഇതുപോലെ പാടി ഞാൻ കേട്ടിട്ടില്ല. ഗോഡ് ബ്ലെസ് യു. ഡെഫിനറ്റ്ലി ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മോൻ ഇതുപോലെ പഠിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നീ ഒരു പ്ലേ ബാക്ക് സിംഗർ ആകും. അതിന് യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മക്കളെ അതിമനോഹരമായിട്ട് പാടിയത്. താങ്ക് യു സാർ. കാരണം ഞാൻ അണ്ണൻ്റെ അടുത്ത് അണ്ണൻ അവിടെ വന്ന് പറഞ്ഞ അതാണ്, നമുക്ക് ഇമോഷണലായിട്ട് നമ്മളാകെ മൂഡായിപ്പോയി, നമുക്ക് വിഷമം വന്ന് കരച്ചിലൊക്കെ വന്നു. അല്ല നീ ഇത്ര നന്നായിട്ട് പാടണ്ടായിരുന്നു എന്ന് തോന്നിയപ്പോൾ അത് ഞങ്ങൾക്ക് കരാൻ താല്പര്യമില്ല, അതുകൊണ്ട് കേട്ടോ അതിമനോഹരമായിട്ട് പാടി, സൂപ്പറായിരുന്നടാ. അല്ല അത് നമ്മുടെ ഈ ചങ്കിനകത്തെന്ന് പറയുക, അത് ഒന്നാമത് അങ്ങനെ ഒരു പാട്ട്, ഈ പാട്ട് കൊണ്ട് ആ ശില്പികളെ നമ്മൾ കാലെ തൊട്ട് തൊഴുന്നു, വേറെ ഒന്നുമില്ല. നമ്മുടെ ജോൺസേട്ടനും കൈതപ്രാണാച്ചി ഒരു നിവൃത്തിയില്ല യാതൊരു. പിന്നെ ഈ പടത്തിൽ ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ, പിന്നെ ഈ ഒരു ഗന്ധർവ ശബ്ദം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്രയ്ക്കൊരു ക്വാളിറ്റി ഉള്ള ടോൺ അത് ദൈവമായിട്ട് അനുഗ്രഹിച്ച് തന്നേക്കാ. പോയി പാടിക്കുക മക്കളെ എന്ന് പറഞ്ഞ് അയച്ച ഒരാളാണ് നമ്മുടെ ഗാനഗന്ധർവൻ. അദ്ദേഹത്തിന് നമുക്ക് കേരളത്തിൽ ദൈവം ജനിപ്പിച്ചു എന്നുള്ളതിന് ദൈവത്തോടൊന്നും നമ്മൾ നന്ദി പറയണം. അത് നമുക്ക് അഭിമാനത്തോടെ പറയാമല്ലോ, ദാസേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. അതൊരു ചെറിയൊരു അഹങ്കാരം നമ്മുടെ മനസ്സിലെവിടെയോ. അതല്ലേ മലയാളികൾക്ക് നമുക്കൊരു ഇച്ചിരി അഹങ്കാരം, മറ്റുള്ള രാജ്യക്കാരെ വെച്ച് നോക്കുമ്പോൾ കൂടുതലെന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം പാട്ടുകൾ നമുക്കുണ്ട്, നമ്മുടെ ലെജൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ സന്തോഷം മോനെ. നീ അസാധ്യമായിട്ട് പാടിയടാ, വേറെ ഒന്നും പറയാനില്ല. ഐ ലവ് യു. വളരെ വളരെ സന്തോഷം മോൻ്റെ ഈ പാട്ട് കേട്ടപ്പോൾ. വളരെ വളരെ ടാലൻറ്റഡ് ആണ് എന്തായാലും, അതെനിക്ക് മനസ്സിലായി. സംഗതികളുടെ പെർഫെക്ഷൻ മാത്രമല്ല, ആ ഫീൽ കൊടുക്കുന്ന ഭാവം അത് വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പാട്ടിൽ. വളരെ വളരെ മനോഹരം. ഇപ്പോൾ പറഞ്ഞ പോലെ വാക്കുകളില്ല പറയാൻ, അത്രയ്ക്കും മനോഹരമായി. ശബ്ദം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ആണ് ഈ വെള്ളി ഫ്രീക്വൻ്റായിട്ട് വരുന്നത്. കുറച്ചും കൂടി ഒന്ന് തെളിഞ്ഞ് കഴിയുമ്പോൾ നല്ല ശബ്ദമാണ് കേട്ടോ, ഉഗ്രം ശബ്ദമാണ് മോൻ്റെ. അതിനെയും കൂടി തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി മാധുര്യം കൂടും ഉറപ്പായിട്ടും സത്യത്തിൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അവിൻ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്, അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം ഈ പാട്ടെന്ന് പറയുന്നത് മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പാട്ടാണ്. ദാസ് സാറ് അതിഗംഭീരമായിട്ട് പാടിയ, ജോൺസൺ മാഷിന് അതിമനോഹരമായിട്ടുള്ളൊരു കോമ്പോസിഷൻ. എപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പം എല്ലാവരുടെ കണ്ണും നനഞ്ഞു പോവും, അങ്ങനത്തെ ഒരു പാട്ടാണ്. എനിക്ക് പറയാൻ പാടുമെന്ന് അറിയില്ല, സത്യം പറഞ്ഞാൽ ഒറിജിനൽ കേൾക്കുമ്പോൾ ഉള്ള അതേ ഫീൽ എനിക്ക് മോൻ ഇന്ന് പാടിയപ്പോൾ എനിക്ക് വന്നു, കണ്ണ് നിറഞ്ഞു. സത്യമാണ്. എന്താ പറയുക, ഫീൽ എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഫീൽ കൊണ്ടുവരാൻ പറ്റില്ല ഒരാൾക്കും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് സന്തോഷം മോനെ. താങ്ക് യു സോ മച്ച്. എൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുകയാണ്. ടോപ്പ് ബാൻഡ് അസാധ്യമായിരുന്നു, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ല ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറച്ചതിന്, ഇങ്ങനത്തെ ഒരു പെർഫോമൻസിന് താങ്ക് യു സോ മച്ച്. We are giving you 100 out of 100. Thank you, sir.
നാട്യൊരു ജോൺസൺ പൂക്കുറ്റി. പാട്ടിന്റെ പൂരത്തിലേക്ക് എത്തുന്നു മലപ്പുറംകാരി മിടുക്കിക്കുട്ടി നക്ഷത്ര. വെൽക്കം നക്ഷത്ര ഓൺ സ്റ്റേജ്. നക്ഷത്ര തിളക്കം അല്ലേ? സിനിമയുടെ പേര് ഓർമ്മ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തില്ല. എന്നെ കളിയാക്കാനാ? അല്ല, ഒരു വാക്കിൽ നിർത്തരുത്, ഒരു ജസ്റ്റ് ഇളക്കി വിട്. എന്നെ കളിയാക്കാൻ റെഡി ആയിട്ട് നിക്കാ ശരത്. ഇല്ല, നക്ഷത്ര തിളക്കം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ ഒരു പറഞ്ഞു നിർത്താനേ? ഒറ്റ വാക്കിൽ എങ്ങനെയാ? ഒരു സിനിമയുടെ പേരാണ്. നക്ഷത്രം നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ സിനിമയുടെ പേര് ഓർമ്മ വന്നു. നക്ഷത്ര തിളക്കം. സത്യല്ലേ മോളെ? ഒരു നക്ഷത്ര തിളക്കം സിനിമയുടെ പേരാ മോളെ. ഒരു നക്ഷത്ര തിളക്കം സിനിമയുടെ പേരാണ്. സിനിമയുടെ പേരാ. നിങ്ങൾ എങ്ങനെ കളിയാക്കൊന്നും വേണ്ട മൃദുലേ, ഞാൻ പറയാം. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. മോളെ, ഒരു നക്ഷത്ര തിളക്കം ഒരു സിനിമയുടെ പേരാട്ടോ. ഏത് പാട്ടാ പാടുന്നേ? എം ജി വന്നെന്നോ? എം ജി വനേന്നോ? അണ്ണനെ കാട്ടിലയക്കാനാണ് അജ്ഞാതവാസത്തിന്. എം ജി വനെ. അപ്പൊ നമുക്ക് പാടാം. ഡയറക്ടർ പേര് ഓർത്തു വെച്ചു. വിശേഷമെല്ലാം ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. കണ്ടറിഞ്ഞൂടെ? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നക്ഷത്ര, എന്തോ ആരായി പാട്ട് സെലക്ട് ചെയ്ത്? ഞാൻ തന്നെ. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. കാരണം ഓർക്കസ്ട്രേഷൻ വൈസ് അടിച്ച് പൊളിച്ചവര്. സ്ട്രിംഗ് സെക്ഷൻ ആണെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ ഫ്ലൂട്ട്, എല്ലാവരും കൂടെ വായിച്ചാലേ അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടത്തുള്ളൂ. ടോട്ടലി അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ദേവനാരായണൻ നന്നായിട്ട് പാടിയായിരുന്നു, നല്ല അസലായിട്ട് കറക്റ്റ് ശ്രുതിസിദ്ധമായിട്ട് പാടി. മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ജഡ്ജസ് ആയിട്ടിരിക്കുമ്പോൾ മോളുടെ എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് പറഞ്ഞു തരണമല്ലോ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഈ എന്ന് കാണും വീണ്ടും എന്നുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ ആദ്യം പാടിയപ്പോഴത്തേക്ക് ആ കറക്റ്റ് അതിനകത്ത് ആ സംഗതി വീണില്ല. പക്ഷേ ലാസ്റ്റ് പാടിയപ്പോൾ അത് ഏകദേശം കറക്റ്റായിട്ട് തന്നെ വീണു. പിന്നെ ഈ നൊമ്പരങ്ങൾ എന്നുള്ള നമ്പരങ്ങൾ എന്നാണ് കേൾക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മോടെ അക്ഷരസ്ഫുടത. അത് യു ഷുഡ് മേക്ക് ബെറ്റർ. കാരണം അസലായിട്ട് പാടുന്നുണ്ട്, നല്ല ഫീലുണ്ട്. പല സ്ഥലങ്ങളിലും ഉഗ്രം ഫീലായിരുന്നു, നന്നായിരുന്നു. അപ്പോൾ ആ അക്ഷരങ്ങൾ അങ്ങോട്ട് നമ്മൾ ആ സ്ഫുടത അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്ന് പറഞ്ഞു. ഇത് ആഹാ എന്ന് പറയും, മറ്റേത് കുറച്ച് ഓളിയും കൂടും. മനസ്സിലായി? അപ്പോൾ ആ ഒരുപാട് സ്ഥലങ്ങൾ തഴുകാൻ വരില്ലേ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ മോളൊന്ന് പാടിക്കുക, അതൊന്ന് പാടിക്കേ. ഇല്ല ഇല്ല കരയറിയില്ല അലയുന്ന കാറ്റിൻ അലയുന്ന കാറ്റിൻ അലമുറകൾ. അലയുന്ന കാറ്റിൻ അലമുറകൾ ഇന്നയാണ് വരുന്നത്. അലയുന്ന കാറ്റിൻ അലമുറകൾ വിരഹത്തിൻ കണ്ണീർ കടലിൽ താഴും മുൻപേ, കഥനത്തിൻ കനലിൽ വീഴും മുൻപേ, നീ ഏകാന്തമെൻ നിമിഷങ്ങളിൽ. ബ്യൂട്ടിഫുൾ ആണ് അവിടെ ആ നിമിഷം ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തിക്കുക. അവിടെ ഇന്ന മോളെ ആദ്യം അവിടെ നിമിഷം കറക്റ്റ്. അങ്ങനെ വരുമ്പോൾ എന്തുപറ്റെന്ന് പറഞ്ഞാൽ നമ്മള് മോൾ എന്താണ് പാടുന്നുള്ള അക്ഷരങ്ങളിലൂടെ തെളിഞ്ഞു വരുമ്പോൾ അതിന്റെ ബ്യൂട്ടി ഒന്നുകൂടെ കൂടും. അപ്പോൾ ആദ്യം അക്ഷരങ്ങൾ നോക്കുക, പിന്നെ സംഗതിയൊക്കെ പോവും, അതൊന്നും പ്രശ്നമില്ല. രണ്ടാമത് പാടിയപ്പോൾ കറക്റ്റായിട്ട് വന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഈ പാട്ട്, കാരണം ടോട്ടലി ആ ഓർക്കസ്ട്രേഷനും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു നല്ലൊരു എക്സലന്റ് ഫീൽ ഉണ്ടായിരുന്നു, മോക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നല്ല പാട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിദ്യ അണ്ണാച്ചി. ഭയങ്കര രസമുണ്ട് അത്, അതിൻ്റെ ഒരു ഓർക്കസ്ട്ര ഇതെങ്ങനെ അതിനെ ആ മെലഡിയെ കൊണ്ടുപോയേക്കുന്ന വിധം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഉഗ്രൻ ക്രാഫ്റ്റ്. അതും നമ്മുടെ ടോപ്പ് ബാൻഡ് ഇവിടെ ഒറിജിനൽ പോലെ വായിച്ചതാണ്. അത് അതേ ഒരു എന്താ പറയുക, അത് കേട്ട ഒറിജിനൽ കേട്ട ഒരു ഫീല് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ആളുകളെ ഉള്ളൂ, ഇത് കുറേ പേരൊക്കെ ചേർത്ത് വായിച്ചത്. ഇവിടെ നമുക്ക് എണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. എത്ര 11 പേരാ, അത്രേ ഉള്ളൂ. പക്ഷെ അവർ അത് വെച്ചിട്ടൊരു അലക്കും. അപ്പം അവർക്ക് സ്പെഷ്യൽ നിങ്ങൾ സ്ട്രിങ്സ് ആണെങ്കിലും ഫൈസലാണെങ്കിലും പിന്നെ നമ്മുടെ റിസൺ സൂപ്പറായിരുന്നു. എല്ലാം കൂടെ വന്നപ്പോഴേ അതിനൊരു സുഖം നമ്മൾ എൻജോയ് ചെയ്ത്. അതുകൊണ്ടാണ്. അല്ല റിസൺ എനിക്ക് 5 പൈസയുടെ ഗുണമുണ്ടോ റിസനെ കൊണ്ട് എനിക്ക്? അപ്പോൾ അത് ആലോചിക്കാം. ഫ്ലൈറ്റിലും കണ്ട് ഒരുമിച്ച് അമേരിക്ക പോകുമ്പോൾ അതുണ്ട്. അത് അടുത്തിരുന്ന് തമാശ പറയണം, അല്ല വേറെ വാങ്ങിച്ചു തരത്തില്ല. അല്ല ഒന്നും തരത്തില്ല. അതുമല്ല എൻ്റെ പാട്ട് പാടുന്ന കൃത്യസമയത്ത് ഫ്ലൂട്ട് വായിക്കേണ്ട സമയത്ത് എഴുതും, നൊട്ടേഷൻ എഴുതും. ഞാൻ എഴുതുക സാർ എന്ന് പറഞ്ഞു. പക്ഷേ റിസൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഏകദേശം ദുബായ് 4.5 മണിക്കൂറും അവിടുന്ന് 13.5 മണിക്കൂറും ഉണ്ട്. സഹിക്കണമല്ലോ. അത് കഷ്ടമാണ്. എൻ്റെ കാര്യമല്ലേ? അല്ല, ഞാൻ വെറുതെ കോമൺ ഇട്ട് തന്നേ ഉള്ളു. അങ്ങനല്ല, ഞങ്ങൾ അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്നതെന്നാ. മക്കളെ മുത്തേ ചക്കരെ പഞ്ചാരെ മോളെ നന്നായിട്ട് പാടും. ഞാനൊരു ഒറ്റ കാര്യം ആദ്യം എഴുതി വെച്ചാൽ, മോളെ ഒന്ന് വായ തുറന്നിരുന്നെങ്കിൽ ഞാൻ ഗണപതിക്ക് പഴവങ്ങാടി ഗണപതിക്ക് ഒരു തേങ്ങ അടിക്കാമായിരുന്നു എന്ന് ഞാൻ എഴുതി വെച്ചേക്കും. ഒരു തേങ്ങ വായ തുറക്കണം മക്കളെ, അപ്പോഴേ അക്ഷരങ്ങൾ മനസ്സിലാവും. ഇത് മോള് ഒരു ക്ലോസ് മൗത്ത് പാടുന്നതോടെ ഇരിക്കുക, ഒന്ന് ചിലതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ വേണേ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് കൈതപ്രാണ്ണാച്ചിക്ക് ട്യൂൺ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഇതങ്ങ് പാട്ടോട് പാട്ട്.
അപ്പൊ മക്കൾ അത് അക്ഷരം കേട്ടോ, എങ്കിലേ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പൊ എന്നും എന്നത് നമ്മൾ ആദ്യം പാടിയപ്പോൾ ഒരു സുഖമുണ്ട്. പിന്നെ രണ്ടാമത് അവസാനം വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടായിരുന്നു, ഒരു സന്തോഷം കിട്ടി ഞങ്ങൾക്ക്. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ മൈക്ക് മധുബാലകൃഷ്ണന് കൈമാറും. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് നല്ല വോയിസ്, ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. അത് ഇനിയും ചേഞ്ച് ആവും കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഉള്ളത് നല്ല വോയിസ് ആണ്. പാട്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പാടി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പാടിയത്. പ്രൊഫഷണൽ സിംഗറിൻ്റെയൊക്കെ ഒരു ഇത് കാണുന്നുണ്ട് വോയിസിൽ. ഫീൽ കൊടുക്കണതൊക്കെ ഒരു പ്രൊഫഷണൽ സിംഗർ കൊടുക്കുന്ന പോലെ തന്നെ ആയി വരുന്നുണ്ട്. എൻ ജീവനെ അവസാനത്തെ ഡൈനാമിക്സ് അവിടെ കൊടുത്തിരുന്ന അവസാനത്തെ പല്ലവിയിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് വളരെ നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഭാവിയിലൊരു നക്ഷത്രമാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒത്തിരി ഇഷ്ടമായി മോളെ പാടിയത്. എനിക്ക് ഈ പാട്ടിനോടുള്ളൊരു ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരിക്കും വളരെ ആസ്വദിച്ചിരുന്നു ഞാൻ ശരിക്കും. പിന്നെ പോസിറ്റീവ്സ് ഒരുപാടുണ്ട് പറയാൻ കേട്ടോ. മോളുടെ ഇതിൻ്റെ മുന്നത്തെ സിംഗിങ് പെർഫോമൻസസ് ഒക്കെ ഓർത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡൈനാമിക്സ് ഒക്കെ കൊണ്ടുവന്ന് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് സൈനാണ്. ഒരു പ്രൊഫഷണൽ സിംഗറിലേക്കുള്ളൊരു യാത്രയാണത്. നല്ല ലങ് കപ്പാസിറ്റിയും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബ്രെത്തൊക്കെ ഹോൾഡ് ചെയ്ത് കട്ട് ചെയ്യാതെ, ആ പാട്ടിൻ്റെ ബ്യൂട്ടി കളയാതെ, ആ ലൈനൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ്. ഓവറോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ആ ഒരു പെയിൻ ഉണ്ടായിരുന്നു മോളുടെ സിംഗിങ്ങിൽ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നക്ഷത്രക്കുട്ടി, സോ വി ആർ ഗിവിംഗ് യു 98 out of 100. താങ്ക് യു. ആടിയൊരു വിദ്യാജിപ്പുക്കുട്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വർണ്ണമനോഹരമായ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.